പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും അടപ്പായസം, പാൽപ്പായസം, കടലപ്പായസം ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യത്യാസപ്പെട്ട പായസമാണ്. അതെന്നാന്ന് വെച്ചാൽ സീസണൽ പായസമാക്കാം. എന്നാന്ന് ഇപ്പം നമുക്ക് സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മാമ്പഴം വെച്ചിട്ട് നമ്മൾ ആരായാലും പായസം ഇതുവരെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും മാമ്പഴ പായസം കൂട്ടിയ ചോറുണ്ടത്. നമ്മുടെ പായസത്തിനുള്ള ചേരുവകൾ എന്നാന്ന് നോക്കാം. ഇനി വേണ്ടിയത് ഇച്ചിരി നെയ്യ് വേണം. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ശർക്കരയാ. ഇത് മാങ്ങ അടിച്ചേക്കുവാണ്, നല്ല അരിച്ചെടുത്തേക്കും. അതിൻ്റെ പൾപ്പ് മാത്രമേ ഉള്ളൂ, വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. പിന്നെ ഇച്ചിരി ചവ്വരി വേണം. പിന്നെ ഒരു ഇച്ചിരി വ്യത്യാസപ്പെട്ട് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് നല്ലതായിരിക്കും. കുറച്ച് കണ്ടൻസ് മിൽക്ക് ഉണ്ട്. കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് രണ്ടാം പാല് ചേർക്കാം. പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ടൻസ് മിൽക്ക് എടുക്കുന്നുണ്ട്, ഒന്നാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മാമ്പഴ പായസമല്ലേ, അന്നേരം ഒരു ഇച്ചിരി മാങ്ങ ഇല്ല, അതിൽ കൊള്ളുകയില്ല. അതുകൊണ്ട് ഇച്ചിരി മാങ്ങ എടുത്തേച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം. പിന്നെ ഒരു ഇച്ചിരി പഞ്ചസാര വേണം. കുറച്ച് ഏലക്ക പൊടിച്ചത്. പിന്നെ ഒരു ഇച്ചിരി തേങ്ങാക്കൊത്ത് മൂപ്പിക്കാനായിട്ട്. കുറച്ച് മുന്തിരിങ്ങായ, ഇച്ചിരി അണ്ടിപ്പരിപ്പ്. ഇത്രയും സാധനമേ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പായസത്തിന് വേണ്ടുള്ളൂ. ഇതിനകത്ത് എന്നാന്നറിയാം വ്യത്യാസം എന്ന് പറയുന്നത്, അടപ്പായസത്തിനാന്നേൽ അടയാന്നു, കടലയാണെങ്കിൽ കടല, അങ്ങനെയാന്നു. ഇതിനകത്ത് ഒരു വ്യത്യാസം വരുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിന് ആ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രുചി വ്യത്യാസം ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ഇതിനൊരു പ്ലസ് പോയിന്റ് എന്നാണെന്നറിയാവോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേച്ച് ഇത് നാളെ ഒരു ഇച്ചിരി ഫ്രിഡ്ജിൽ വെച്ചേച്ചുണ്ടല്ലോ, ഒരു ഗ്ലാസ് എടുത്ത് ഫ്രിഡ്ജ് വെക്കണം. ഒരുപാട് ലൂസായിട്ടുള്ളത്, ഒത്തിരി ലൂസായിട്ടുള്ളതല്ല, ഒരു സെമി ലൂസായിട്ടുള്ള അയവോട് എടുത്തേച്ച് ഇത് ഇച്ചിരി ഗ്ലാസ്സിൽ അങ്ങോട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ആ തണുപ്പോടെ ഒന്ന് കഴിക്കണം. എൻ്റെ ദൈവമേ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. ഇതിനകത്തോട്ട് ഇച്ചിരി പഴം ഒന്നും ഇട്ട് കുഴച്ച് കഴിച്ചേക്കല്ല. പിന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരിയും കൂടി നമുക്ക് എന്നതേലും ഒന്ന് അടപ്പായസം വന്നേൽ അട നമുക്ക് കഴിക്കാൻ കിട്ടുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് എന്നതേലും ഒന്ന് കടിക്കാൻ ആ പായസത്തിനകത്ത് വേണം എന്ന് തോന്നുവാന്നേൽ ഒരു ഇച്ചിരി ഗോതമ്പ് നമുക്ക് അതിനകത്ത് ചേർക്കാവുന്നേ ഉള്ളൂ. അത് ചേർത്ത് വരട്ടുന്ന ശർക്കരയൊക്കെ വരട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതങ്ങ് വരട്ടി പിന്നെ മാമ്പഴം ഇതെല്ലാം ചേർത്തേച്ചാൽ മതി. എന്നാലും മാമ്പഴം തന്നെ ചേർക്കുന്ന ഏറ്റവും രുചി. ഇനിയിപ്പോൾ എന്നാ ഉരുളി ചൂടായി കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് ചേർക്കാൻ പോവുക. ഒന്നെങ്കിൽ ആദ്യമേ നമുക്ക് നെയ്യിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം ഒന്ന് വറുത്തെടുത്തേച്ച് നമുക്ക് മാമ്പഴവും ശർക്കരയും എല്ലാം ഇട്ടേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ വറുത്തിട്ട് പിന്നെ പ്രത്യേകം നെയ്യ് ഒഴിച്ച് പിന്നെ മൂപ്പിച്ചിട്ടേലാൽ മതി. ഞാൻ ആദ്യം എന്നാ ചെയ്യാൻ പോവാ, ഇതെല്ലാം മൂപ്പിക്കാൻ പോവാണേ. ആദ്യം നമുക്ക് ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇടാം. അതിനാന്ന് ഇച്ചിരി മൂപ്പുള്ളത്. ഞാൻ ഈ തേങ്ങാക്കൊത്ത് ഇടുന്ന കണക്കൊന്നും നിങ്ങൾ നോക്കിയേക്കല്ല, നമുക്ക് എത്രയാ അളവ് വേണ്ടിയെന്ന് വെച്ചാൽ ചേർത്ത ശകലം മതി കേട്ടോ. ഇതൊരു ഇച്ചിരി ഏകദേശം മൂപ്പാവുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പിടാം. അണ്ടിപ്പരിപ്പ് ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കിസ്മിസ് ഇട്ടു. കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഒന്നും മൂക്കാനില്ല. അതൊന്ന് എന്നാ പറയുക, ഒന്ന് ആ കിസ്മിസ് നമ്മൾ ഇടുമ്പോഴത്തേനും അതങ്ങ് ചപ്പിയല്ലേ ഇരിക്കുന്നത്. അന്നേരം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് ബോൾ പോലെയൊക്കെ അയച്ച് അത് തിരിച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ ആവും. പക്ഷെ അതിനധികം മൂപ്പില്ല, കിസ്മിസിന് അധികം മൂപ്പില്ല. ഇപ്രാവശ്യം വിഷു എന്തായാലും ഉണ്ടല്ലോ ഇച്ചിരി ഒരു കൺഫ്യൂഷൻ പിടിച്ചതാ. എന്നാന്ന് വെച്ചാൽ ഇന്ന് വിഷുവിൻ്റെ ദിവസം തന്നെയാണ് നമുക്ക് ദുഃഖവെള്ളിയാഴ്ചയെല്ലാം വന്നേക്കുന്നത്. അന്നേരം പിന്നെ ഒരു കൺഫ്യൂഷനല്ലേ, എന്നാ കഞ്ഞി കുടിക്കാൻ പറ്റുമോ അതോ സദ്യ ഉണ്ടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളു വലിയൊരു കൺഫ്യൂഷനാണ് ഇപ്രാവശ്യം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പിടാവേ. ഈ തേങ്ങ പിന്നെ ഈ മുറ്റിയ തേങ്ങ ഉള്ളതെന്ന് വെച്ചാൽ അത് തന്നെ ഇട്ടേച്ചാൽ മതി. പക്ഷേ ഇതിനായിട്ട് മൂപ്പിക്കാൻ എടുക്കുന്ന കുറച്ചൊരു ഇളവ് തേങ്ങയാന്നേൽ നല്ലതാന്നേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി മുറ്റയുടെ ഇതാവും. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി അണ്ടിപ്പരിപ്പിടുക. ഇതൊക്കെ നമുക്ക് ഉള്ള പോലെയൊക്കെ ഇട്ടു കേട്ടോ.
ഇതിനകത്തോട്ട് എനിക്ക് അധികം മൂപ്പ് ഞാൻ എടുക്കുന്നില്ല. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മുന്തിരിങ്ങായും കൂടി ഇട്ടിട്ട് തീ നല്ലതായിട്ട് അങ്ങ് കുറച്ചോണേ. മുന്തിരിങ്ങയ്ക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഉരുളിക്കകത്തുള്ള നെയ്യുടെ ആ ഒരു മൂപ്പ് മാത്രം മതിയേ, ആ ചൂട് മതിയാവും, അത്രയും മതിയാവും മുന്തിരിങ്ങയുടെ മൂപ്പ്. വേണ്ട, ഞാൻ കോരുവാ. ശരിക്കും പറഞ്ഞാൽ പായസമൊക്കെ വയ്ക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ നെയ്യിൽ നല്ലതായിട്ട് വരട്ടിയിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും രുചി, പ്രത്യേകിച്ച് ശർക്കര പായസം. അതുകൊണ്ട് ഇപ്പം നേരത്തെ 1 ടേബിൾ സ്പൂണോളം ഇട്ടു, ഇപ്പം 2ാമത്തെ ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരിച്ചിരി ശർക്കര ഇടാൻ പോവാം. ശർക്കരയ്ക്ക് പകരം ആദ്യം നമ്മൾ ശർക്കര പായസം വയ്ക്കുമ്പോൾ അടയാന്നേൽ അടയാണ് ഇടുന്നത്. ഇപ്പം ഞാൻ നമ്മൾ ആ മാമ്പഴം ഇടുവാന്നേൽ ഒരുമിച്ചായിടുന്നത്. ശർക്കര ഇട്ട ഉടനെ തന്നെ ഞാൻ ആ മാമ്പഴത്തിൻ്റെ പൾപ്പും കൂടി ഇടാൻ പോവാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാമ്പഴത്തിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ആ നെയ്യിലും ശർക്കരയിലും കിടന്ന് നമ്മൾ ഏത് ശർക്കര പായസം ചെയ്യുകയാണെങ്കിലും അത് അതിനകത്ത് കിടന്ന് നല്ലതായിട്ടൊന്ന് വരണ്ട് വരണം. ഇതിനകത്തോട്ട് തന്നെ ഞാൻ എളുപ്പ വഴിക്ക് ഞാൻ ചെയ്യുന്നതാണേ. ഇത് പ്രത്യേകം വേവിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ചവ്വരി പ്രത്യേകം വേവിച്ച് വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ വരട്ടാൻ ഇടുകയല്ലേ, ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മൾ 1 പിടിയോളം മതിയാവും ഇച്ചിരി ചവ്വരിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടുക. അന്നേച്ച് ഇനിയാന്നു ഇതിന് പണി വരുന്നത്. എന്നാന്ന് വെച്ചാൽ ഇതൊരു ചവ്വരി ഉണ്ടല്ലോ, ഏകദേശം അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതായത് ആ കണ്ണാടി പരുവം പോലെ വേവണം. വേവുന്നതാന്നു ഇതിൻ്റെ പരുവം. ഇത് ശരിക്കും വരണ്ട് അത് നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെ മാങ്ങ നല്ല വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി തേങ്ങാപ്പാൽ, അതായത് ഒരു പകുതി തേങ്ങാപ്പാൽ ഒഴിച്ചു. 1-ാം പാലാണ് ഈ ഒഴിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ മാങ്ങാ കഷ്ണവും കൂടി ഇടണം. മാങ്ങായ്ക്ക് നല്ല മധുരമുണ്ട്, ശർക്കരയ്ക്ക് മധുരമുണ്ട്. എന്നാലും ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടാലുണ്ടല്ലോ പായസത്തിന് ഒരു ഇച്ചിരി രുചി കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. അഥവാ ഇച്ചിരി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ചേർത്തേച്ചാൽ മതി. പിന്നെ ആന്നേൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുക. അപ്പോൾ കണ്ടൻസ് മിൽക്കിനും ആന്നേലും ഈ പറഞ്ഞ കൂട്ട ഒരു ഇച്ചിരി മധുരമുണ്ട്. അന്നേരം അതെല്ലാം കൂടെ കണക്കാക്കി വേണം മധുരം ചേർക്കാൻ, ശർക്കര ചേർക്കാൻ. കണ്ടൻസ് മിൽക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ പായസത്തിനൊക്കെ ചേരുവാന്നേൽ ഒരു ഇച്ചിരി രുചി കൂടത്തേ ഉള്ളൂ, എന്നാൽ രുചി കുറയുകയില്ല. ഇതങ്ങോട്ട് നല്ലതായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ചവ്വരി ചേർത്തേക്കുന്നോളുണ്ടല്ലോ അതിങ്ങനെ കുറുകി വരും. അപ്പോൾ തേങ്ങാപ്പാൽ എന്തായാലും കരുതിക്കോണം. ഇനി എന്നാ ചെയ്യണം, ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരിച്ചിരി എന്നാ പറയുന്നത് ഏലക്ക പൊടിച്ച് വെച്ചേക്കുമല്ലേ, അത് ഇച്ചിരി അങ്ങോട്ട് ചേർക്കണം. നല്ല തേങ്ങാപ്പാലിൻ്റെയും ആ മിൽക്ക് മെയ്ഡിൻ്റെയും ഒക്കെ ഒരു നല്ലൊരു മണമാണ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ആ മണം നമുക്ക് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്പൂണേൽ ഒരു ഇച്ചിരി കഴിക്കാൻ തോന്നുവേ. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. അല്ലെങ്കിൽ എനിക്ക് പൊതുവേ ഉണ്ടല്ലോ ഈ ഉരുളിയുടെ അറ്റത്തിരിക്കുന്ന ആ നല്ല മുരിഞ്ഞു വരുന്ന ഭാഗമൊക്കെ തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് അതുകൊണ്ട് എന്തായാലും നിങ്ങളെന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഞാൻ തൊടുന്നില്ല, ഇച്ചിരി ഒന്ന് ഡീസൻ്റ് ആവാമെന്ന് വിചാരിച്ചേക്കുക. അതുകൊണ്ട് ഇനിയിപ്പം നമ്മുടെ പായസത്തിന് വേറെ പരിപാടികളൊന്നുമില്ല. ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം ഇതിനകത്ത് അങ്ങ് ചേർത്തേച്ചാൽ മതി.
കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിഷു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അശോകേട്ടനായിരുന്നു, ഹരിശ്രീ അശോകേട്ടനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്രാവശ്യത്തെ വിഷു ഉണ്ടല്ലോ ഭയങ്കര എന്നാ പറയുക കെങ്കേമനായിരുന്നു. അശോകേട്ടൻ തന്ന് കൈനീട്ട് വന്നേലും നല്ല രാശിയായിരുന്നു, ഉള്ള കാര്യം പറയാലോ. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് പറയുവാന്നേൽ എനിക്ക് കയ്യിലോട്ടൊന്നും ഒരു കൈനീട്ടവും കിട്ടാൻ വലിയ ചാൻസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്രാവശ്യം ഞാനായിട്ട് കൈനീട്ടം കൊടുക്കേണ്ടിയാണ് വരുന്നത്. അത് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്ന നമ്മൾ ഒരു അപ്കമിങ് ഹീറോയിനാന്നു. വേറെ ഇപ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് പുള്ളിക്കാരത്തേക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ വരുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ആക്ട്രസിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി പ്രോത്സാഹനം, അത് എൻകറേജ്മെൻറ്റ്സ് ഒത്തിരിയാണ്. അപ്പം നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് നെക്സ്റ്റ് ഒരു ക്യാരക്ടർ ചെയ്യാൻ നേരം അത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് ഇനി ഇത്രയും നമുക്ക് ഫസ്റ്റിൽ കിട്ടിയോ എന്നാൽ പിന്നെ നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടുന്ന. ഇന്ന് വേറെ ആരുമല്ല ഇവിടെ വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, വേറെ ആരുമല്ല രജീഷ വിജയനാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അതാ ഞാൻ പറഞ്ഞേക്കോ എന്നെക്കാട്ട് വിളയതല്ലയോ, അന്നേരം പിന്നെ ഞാനല്ലായിരുന്നു വിഷു കൈനീട്ടം കൊടുക്കണേ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനൊരു പ്രത്യേക നമ്മുടെ ആനീസ് കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഭവമല്ലേ കൊടുക്കണ്ടേ. അന്നേരമാണ് ഞാൻ ഇച്ചിരി മാമ്പഴ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുവാന്നേലേ കിട്ടത്തുള്ളൂ. വെളിയിലോട്ടൊന്ന് പോയി മേടിച്ചിട്ട് മാമ്പഴ പായസം മേടിക്കാമെന്ന് വിചാരിച്ചാൽ ഓക്കുകയല്ലോ. അന്നേരം നമ്മുടെ ഇവിടെ അടുക്കള വരുമ്പോഴല്ലേ ഒക്കത്തുള്ളൂ. ഇനിയിപ്പോൾ എന്നാ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി ഒരുപാട് അങ്ങ് ചൂടാക്കാൻ വിടണ്ട നമ്മുടെ പായസം. കാര്യം കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ പായസം തേങ്ങാപ്പാലാണെങ്കിൽ ടെൻഷനാക്കുക വേണ്ട, നല്ലോണം തിളച്ചങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഇപ്പം എൻ്റെ പായസം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, ഇതിനെ ഒന്ന് സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ആക്കണം. പിന്നെ സദ്യയും കൊടുക്കണം. പിന്നെ ഈ നേരത്ത് നമ്മൾ സദ്യ ഉണ്ണുമെന്ന് ചോദിച്ചാൽ ഉണ്ണുകയില്ല. പക്ഷേ എന്നാലും നമ്മുടെ ആനീസ് കിച്ചണിൽ വിഷുവായിട്ട് വരുമ്പോഴേ പായസത്തിൻ്റെ കൂടെ എത്രയായാലും സദ്യയെ ചേരത്തുള്ളൂ. ഞാൻ എന്ന് സദ്യ ഈ പറഞ്ഞ കൂട്ട് എല്ലാം ചെയ്തു വെച്ചതിന് ശേഷമായിരുന്നു നമ്മുടെ പായസത്തിലോട് തുടങ്ങിയത്. പക്ഷേ ഈ പായസം നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചൊന്ന് സദ്യ മറക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്നാന്ന് വെച്ചാൽ മാമ്പഴം പക്ഷെ നമ്മൾ അരിഞ്ഞ് തുടങ്ങുമ്പോൾ തൊട്ട് ആ ഫുള്ള് നമുക്ക് കിട്ടണം, അതേ ഉള്ളൂ. ഹലോ ഹലോ, വെൽക്കം 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 വെൽക്കം. ഹലോ അവിടെ വെൽക്കം വെൽക്കം, ഹാപ്പി വിഷു. താങ്ക് യു താങ്ക് യു. ഈ പറഞ്ഞോട്ട് കുഞ്ഞെ നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കട്ടെ. പായസം എന്റെ ദൈവമേ, പായസം കാണാൻ നല്ല ഭംഗിയുണ്ട്. തലയ്ക്ക് നേക്കൊരു കുഞ്ഞ് ഇത് മാത്രമേ ഉള്ളെന്ന് തോന്നേ. കാരണം ഇങ്ങോട്ട് നോക്കുന്നില്ല, കുറെ നേരം എന്നെ നോക്കുന്നു. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഇത്ര ഒരുങ്ങി നിന്നപ്പോ എന്നെ നോക്കുന്നില്ല. പായസം കൊള്ളാം, പായസം കൊള്ളാം, പായസം കൊള്ളാം തന്നെ. ഇല്ല കാണാൻ പിന്നെ സുന്ദരിയാണല്ലോ, ഞാൻ പറയണ്ട. പക്ഷെ ഐ എം സോ ഹാപ്പി. എന്നാന്നറിയോ, ഈ അടുക്കള വന്നേച്ച് ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെയൊക്കെ നോക്കുകയും അതിനെ പറ്റി ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നില്ല. യു ഡിഡ്ന്റ് ബിക്കം ഫോർമൽ, അതാണ് ഏറ്റവും നല്ല കാര്യം. സോ ഹാപ്പി ടു ദാറ്റ്. സെയിം ഹിയർ, സെയിം ഹിയർ. പിന്നെ ഇത്രയും ആങ്സൈറ്റി ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ഈ സദ്യയൊക്കെ കണ്ടപ്പോ ഭയങ്കര ആങ്സൈറ്റി ആയി. എന്നാ ചെയ്യണം, പായസം കണ്ടപ്പോ ഭയങ്കര വെപ്രാളായി, ഇപ്പൊ കുടിച്ചാലോന്നായി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിങ്ങനെ വിഷു ഒക്കെ ആഘോഷിക്കാറുണ്ട് അമ്മ? പിന്നെ അമ്മ നല്ലൊരു കുക്കാണ്, ഷെഫാണ്. അമ്മയുടെ ഫേവറേറ്റ് പ്രോഗ്രാം ആയത്. ഞാൻ എപ്പോഴും ചില അമ്മ ഇങ്ങനെ ഇരുന്ന് കാണുന്നതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോ പക്ഷെ പരീക്ഷണവും ചെയ്യും കേട്ടോ. ഇത് കണ്ടിട്ട് റെസിപ്പി അമ്മ ഫോളോ ചെയ്ത് അമ്മ ഉണ്ടാക്കി തരുകയും ചെയ്യും. അപ്പം അത് കഴിച്ചു നോക്കുമ്പോ നമുക്ക് തോന്നും ഇതാണോ ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ വിഷുവിന് ഇന്നത്തെ ദിവസം എത്ര കൈനീട്ടം കിട്ടി? 5 രൂപ പോലും കിട്ടിയിട്ടില്ല. വലിയ ദുഃഖത്തോടുകൂടി എന്നോട് പറയുന്നത്. പക്ഷെ എന്നാലും എൻ്റെ അടുക്കളയിൽ വന്നേച്ച് അതും സ്പെഷ്യൽ ഗസ്റ്റാണ് ഇപ്രാവശ്യം അവാർഡൊക്കെ കിട്ടിയിട്ട് അതിൻ്റെ അത്രയും നമ്മളെ മലയാളികളെ ഒരു എന്നാ പറയാ പ്രൗഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അന്നേരം നമ്മുടെ ആനീസ് കിച്ചന്റെ അടുക്കളയിലേക്ക് വരുമ്പം ഞാൻ എല്ലാ വീട്ടമ്മമാരുടെ പേരിലും ഞാനൊരു കൈനീട്ടം തരാം. ഓക്കെ, എൻ്റെ സ്വന്തം പേരിലും എൻ്റെ കുടുംബത്തിന്റെ പേരിലും. മൊത്തം പോയി അവിടെ പിന്നെ ചോദിക്കല്ലോ. ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പൊ ഞാൻ കുഞ്ഞിന് തരാം എന്ന് പറഞ്ഞിട്ട് കരുതി വെച്ചേക്കുമായിരുന്നേ. ഈ കൊല്ലം നല്ല ഐശ്വര്യവും സമൃദ്ധിയും ഉള്ളൊരു വർഷമായി മാറി. അതാ ഈ വർഷം നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു അവാർഡ് വിന്നർ ആയിട്ടൊക്കെയാ വന്നേ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അതേപോലെ ഈ വർഷം ഞാൻ എന്റെ രാശി കൊണ്ട് തുടങ്ങിയോണ്ട് ഞാൻ പറയാം, ഈ വർഷം നിറച്ച് കിട്ടട്ടെ. അതിനെക്കാട്ടിലും ഒരുപാട് ഇനി വരുന്ന വർഷങ്ങളിലും കിട്ടട്ടെ. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യട്ടെ. ഈശ്വര, ഞാൻ മാത്രമല്ല എന്റെ പ്രേക്ഷകരും എല്ലാം ഇത് തന്നെ പറയുന്നത്. ഇനി മോളുടെ വിഷു എങ്ങനെയാ വീട്ടിൽ ആഘോഷിക്കുന്നത്? ഞാനൊരു മലബാരി കുട്ടിയാണ്, കോഴിക്കോടുകാരിയാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ
സൗത്ത് കേരളയിലോട്ട് കൂടുതൽ ഓണവും നോർത്ത് കേരളയിലോട്ട് കുറച്ച് കൂടുതൽ വിഷുവാണ്. ഒരു അങ്ങനെയല്ല, നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം, പക്ഷെ എന്നാലും ഒരു പൊടിക്ക് കൂടുതൽ. അപ്പം എല്ലാം ഏകദേശം സെയിം ആണ്, രണ്ടിനും സദ്യ ഉണ്ടാവും. പിന്നെ വിഷു ആകുമ്പം കണി ഒരുക്കും, ഞാനാണ് സാധാരണ കണി ഒരുക്കുന്നത്, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം കണി ഒരുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ടാവും. ഇങ്ങനെ വല്ലതും കിട്ടിയാലായി. അച്ഛനമ്മ എന്തായാലും നമ്മളെ കണ്ണിലൊക്കെ പൊത്തിയിട്ട് കൊണ്ട് കണി കാണിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു രൂപയെങ്കിലും കയ്യിൽ വെച്ച് തരും. 1 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാ തരുമ്പോ ഇത് വെച്ച് എന്നാ ചെയ്യാനാ. ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഡീമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം 1000 കഴിഞ്ഞിപ്പോ 2000 ഒരു നോട്ട് ഉള്ളത് കൊണ്ട് അതാണ് ഇനിയിപ്പം ഏറ്റവും നമ്മുടെ പ്രതീക്ഷ. 100 പകരം ഇനി 2000 നോട്ട് കിട്ടുമല്ലോ. 2000 അതിലാണ് ഇപ്പൊ കണ്ണ്. സോ അപ്പൊ ഇന്ന് കിട്ടി. അല്ല, കിട്ടും, ഇതാണ് തുടക്കം, കിട്ടും. അങ്ങനെ പിന്നെ എനിക്ക് പടകം ഭയങ്കര പേടിയാ, പൊട്ടിക്കുന്ന ഒച്ച. പടകമല്ല, പടക്കം. 5 മിനിറ്റ് പേടിച്ചേ. പടകം എന്താണ് പൊട്ടുന്നത് അറിയാണ്ട് സ്ലിപ്പ് ഓഫ് ടങ്. സ്ലിപ്പ് ഓഫ് ടങ് അങ്ങനെ സംഭവിക്കും. ഓക്കെ, പടക്കം എനിക്ക് അതാണ്ടാവും. എനിക്ക് ആ പേരേ ഇഷ്ടമല്ല, ഒരു വല്ലാത്ത സാധനം, എനിക്ക് ഇഷ്ടമല്ല സാധനം. പക്ഷെ എനിക്ക് കമ്പിത്തിരി, പൂത്തിരി, ലാത്തിരി അതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അത് കത്തിയ വിളക്കുകൾ ഇങ്ങനെ ദീപം വെക്കുക, മൊത്തം ദീപിലെ ക്യാൻഡിൽ എന്തെങ്കിലുമൊക്കെ വെക്കുക. അപ്പം വെളിച്ചം ആ ഒരു സെറ്റപ്പും ഭയങ്കര ഇഷ്ടമാണ് വിഷുവിനെ കുറിച്ച്. പിന്നെ ഡ്രസ്സ് ഇടുക, മുല്ലപ്പൂ വെക്കുക, സാരി ഉടുക്കുക. പെൺകുട്ടികൾക്കാകുമ്പോ ഏറ്റവും കൂടുതൽ അതിനോടായിരിക്കുമല്ലോ ഇഷ്ടം കൂടുന്നത്. ഒരുങ്ങുക എന്നുള്ളതാണ്. എന്റെ 4 ആള് നോക്കുക. അതാ. പക്ഷെ മോള് പഠിച്ചും വളർന്നൊക്കെ കോഴിക്കോട്? അല്ല, ഞാൻ പഠിച്ചത് നോർത്തിലാണ്. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ നാട്ടില് വിഷുവും ഓണമൊക്കെ ആഘോഷിച്ചതിനേക്കാൾ കൂടുതലും ആഘോഷിച്ചത് നോർത്തിലാണ്. അപ്പം ശരിക്കും ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പം ഇവിടെ വരുമ്പം, നാട്ടിൽ വരുമ്പം നമുക്ക് ഉണ്ടെങ്കിലും ഇപ്പം വിഷുവിനോടും ഓണത്തിനോടൊക്കെ നമുക്ക് കൂടുതൽ വില എന്ന് പറയുന്നത് പുറത്തു പോകുമ്പോഴേ, അത് നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോഴാണ്. കാരണം ഈ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയുന്ന ഒരു സംഭവമാണ്. കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിലൊക്കെ ഭയങ്കര അല്ലല്ല, അച്ഛന് എവിടുന്നെങ്കിലൊക്കെ, അതായത് നമ്മൾ നിൽക്കുന്ന നാട്ടിൽ ഈ വാഴയുടെ ഇലയോ തേങ്ങയോ പിന്നെ അതൊക്കെ പടേ കൊന്നപ്പൂ ഒട്ടും കിട്ടത്തില്ല. പക്ഷെ അച്ഛൻ എവിടെയെങ്കിലൊക്കെ പോയി ആ ദിവസം അല്ലെങ്കിൽ ലീവിന് വരുന്ന അവരോട് കൊണ്ടുവരാം. അത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട്, ഈവൻ ഈ പ്രവാസി മലയാളികളിലും ഞാൻ ശ്രദ്ധിച്ചത് അവർക്കും ഭയങ്കര ഇത്. ഇവിടെ എന്ന് പറഞ്ഞപ്പോ സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ ഇൻസ്റ്റന്റ് വിഷു കണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, അത് കൊണ്ട് വെക്കിയ കണി കാണുക എന്നുള്ളതാണ്. പക്ഷെ എനിക്കിപ്പം ഒരു കാര്യം പറയാം മോളെ, ഞാൻ അച്ഛനോട് അതൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. കാര്യം എന്നാന്ന് വെച്ചാല് അന്യ നാട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ഒരു കൾച്ചറും ട്രഡീഷനും നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്ത് കൊടുത്ത അച്ഛന് ശരിക്കും ഹാറ്റ്സ് ഓഫ്. അങ്ങനെ ഇപ്പൊ ആരും ചെയ്യാറില്ല. സ്പെഷ്യൽ താങ്ക്സ് അച്ഛന്. എന്നിട്ട് പിന്നെ അമ്മയുടെയാണ് സദ്യയുടെ ഡിപ്പാർട്ട്മെന്റ്. അതായത് നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെ ഈ ബെൽറ്റിൽ മുണ്ടൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് വരും. അതായത് ഈ ആർമിയിലൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും ഫെസ്റ്റിവൽസ് ആഘോഷിക്കില്ല. അപ്പൊ ഇവർക്ക് പാവ സങ്കടം, നമുക്ക് പേടിയോ മുണ്ടഴിഞ്ഞു. പക്ഷെ അത്ര എഫേർട്ട് എടുത്ത് അവർ വരും. പിന്നെ അമ്മ ഒരു ദിവസം 50 ആൾക്കാർക്കും 60 ആൾക്കാർക്കും ഒക്കെ ഒറ്റയ്ക്ക് സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് ഇത്ര കറികളൊക്കെ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കി. പക്ഷെ ഷീ ടേക്സ് ദി എഫേർട്ട്. പക്ഷെ നമുക്ക് അതൊരു എഫേർട്ട് എടുക്കുന്ന പോലെ തോന്നില്ല, കാരണം അവരും അത്ര ഇൻവോൾവ് ആയി നിൽക്കുമ്പം അവരുടേത് വരുമ്പോൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരെ അമ്മ ഇങ്ങനെ ഊട്ടിച്ചിട്ടുണ്ടോ, ഇതാ സദ്യ ഇങ്ങനെയാണ് കഴിക്കേണ്ടത്? അതെ അതെ അതെ, നമ്മൾ ഇലയിൽ തന്നെ കൊടുക്കുക. അപ്പൊ ഇതേമാതിരി ചെമ്പാവരി ചോറും എല്ലാം അമ്മ വയ്ക്കും. അതെ അതെ, ഈ ചെമ്പാവരി കിട്ടിയില്ലെങ്കിലും വൈറ്റ് റൈസ്, ഏത് റൈസ് ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ. അപ്പൊ നമ്മുടെ സദ്യ അവര് കഴിക്കുമ്പോ അവരെന്നാ ആദ്യം പറയുന്നത്? അവര് ഇതെന്തിന് എത്ര കറി? ഫസ്റ്റ് ഓഫ് ഓൾ അത് അപ്പൊ നമുക്ക് 13 അങ്ങനെ ഇത്ര കറികൾ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അവരിയ്ക്കും. പിന്നെ സബ്മെൻ ആര്യല്ലേ, അത് എല്ലാത്തിലും തേങ്ങ ഉണ്ടല്ലോ, നമ്മുടെ വെളിച്ചെണ്ണയാണല്ലോ. അപ്പൊ ആ ഒരു ടേസ്റ്റ് അവർക്ക് ഭയങ്കര ഡിഫറെന്റ്. അവരുണ്ടാക്കുന്ന കടുകെണ്ണയിലാണ്. അപ്പൊ നമ്മുടെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടാവും. ഇന്നവരാരും മോശം പറഞ്ഞിട്ടില്ല അവർക്ക്. പക്ഷെ ചിലവർക്ക് കോക്കനട്ട് ഓയിൽ പിടിക്കില്ല, നമുക്ക് ഈ മസ്റ്റർഡ് ഓയിൽ പിടിക്കാത്ത പോലെ ചിലവർക്ക് ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാൽ ഇതുവരെ ആരും മോശം, അതിപ്പോ അമ്മേനോടുള്ള സ്നേഹം കൊണ്ട് പറയേണ്ടിരുന്നതാണോ എനിക്ക് ശരിക്കും ഇപ്പൊ ഇത്രയും മോള് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാക്കിയത് അമ്മ ഏറ്റവും നല്ലൊരു കുക്കായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് മാത്രമല്ല, അമ്മ ഓരോ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അമ്മ അത്രയും ആസ്വദിച്ച് അത് ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് വരുന്നവരൊക്കെ സൽക്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഊട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം എനിക്ക് ആ സൈക്കോളജിയിൽ മനസ്സിലായി മോള് പറഞ്ഞല്ലേ. പറയണ്ട, എന്റെ ഫ്രണ്ട്സ് വീട്ടിൽ ഒരു തവണ വന്നാൽ പിന്നെ അങ്ങോട്ട് വരില്ല. നല്ലൊരു അമ്മയാട്ടോ. അപ്പൊ എന്നെ വിളിക്കുന്നില്ലേ വീട്ടിലേക്ക്? വരണം. പക്ഷെ അമ്മ ഒരു നേരം, ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഒരു നേരം കഴിപ്പിച്ചു കളയും. കഴിച്ചില്ല അമ്മ കരയാനൊക്കെ തുടങ്ങും. അയ്യോ മോശമാണോ, ടേസ്റ്റ് ഇല്ലയോ, എന്താ. ഓക്കെ, എന്തായാലും എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. അന്നേരം അമ്മ എപ്പോഴാന്നുള്ളത് എന്നെ വിളിച്ചു പറയണം, അന്നേരം ഞാൻ വന്നേക്കും. ഓക്കെ. ഈ നോർത്തിൽ എവിടെയാ മോളെ താമസിച്ചത്? ഞാൻ കുറെ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ്, മീററ്റ്, കൊൽക്കത്ത, അഗർത്തല, പൂനെ,
ഓൾമോസ്റ്റ്. ഓക്കെ, ഇവിടെ ഞാൻ കുറെ പഞ്ചാബി ഡിഷസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട്. പഞ്ചാബി, എനിക്ക് ഇറ്റാലിയനും ഭയങ്കര ഇഷ്ടം. ഇറ്റാലിയൻ കോണ്ടിനെന്റൽ എല്ലാം ഇവിടെ ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചു. പിന്നെ മോൾ ഇന്ന് സ്പെഷ്യൽ ഡേ വന്നോണ്ടായിരുന്നു ഞാൻ പിന്നെ പായസത്തിലോട്ട് പിടിച്ചേ. അപ്പൊ പായസം, പക്ഷെ ഇത് സ്ഥിരം കഴിക്കുന്നൊരു പായസം അല്ല. എന്ത് പായസ? മണത്തോക്കാൻ പാടില്ല എന്നല്ലേ? മണത്തോക്കാൻ പാടില്ല, അത് ഉണ്ടാക്കുമ്പോഴാ പറയുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കിട്ടുകയില്ല. ശർക്കര ഉണ്ട്, കണ്ടാ മനസ്സിലാവും അത് ശർക്കര, പക്ഷെ മനസ്സിലാവില്ല എന്താ പായസം. അത് നമുക്ക് സസ്പെൻസ് ഇട്ടേക്കാം. ഓക്കെ മോളെ, ഈ പഞ്ചാബിലും അവിടെ ഒക്കെ താമസിച്ചില്ലേ? അച്ഛൻ എന്നാ ജോലിയായിരുന്നു? അച്ഛൻ ആർമിയിലായിരുന്നു, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ആർമിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഓ, അതുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി എല്ലായിടത്തും. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട്. ഓൾമോസ്റ്റ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാവൽ ചെയ്തോണ്ടിരിക്കുമല്ലോ, ടൂറിനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട്. കശ്മീർ എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയിപ്പോ ഐലൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് പക്ഷെ അബ്രോഡ് പോകാനുള്ള അധികം ബാക്കി ഉണ്ടായിട്ടില്ല. ദുബായിക്ക് ഒരു ദിവസം പോയി അന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നു. സമയമില്ല, അവിടെ നിൽക്കാനുള്ള ടൈം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ത്യ മൊത്തത്തില് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയുള്ള വർഷം അതിനായിട്ട് നേരം കിട്ടട്ടെ. അങ്ങോട്ടൊക്കെ പോയി കഴിയുമ്പോ ചിലപ്പോ എന്റെ കൂടെ ഇരുന്ന് എനിക്ക് വർത്താനം പറയാൻ നേരം കിട്ടുകയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഇച്ചിരി നേരം അവിടെ ഇരിക്കാം. ഭാവിയിൽ ഞാൻ വിളിക്കുമ്പോ ചേച്ചി എനിക്ക് ഇപ്പൊ സമയമില്ല, ഞാൻ നെക്സ്റ്റ് ടൈം വരാം, ഇപ്പൊ ഇരിക്കാൻ പോലും എനിക്ക് സമയമില്ല എന്ന് പറയും. അങ്ങനെയൊന്നും ഞാൻ പറയൂല. ഇപ്പൊ സമയമുണ്ടല്ലോ. പറയാം, അത് ആദ്യം എനിക്ക് തോന്നുന്നു കൊച്ചു ഭയങ്കരമായിട്ട് ആഹാരമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഭയങ്കര ഫുഡിയാ, പക്ക ഫുഡിയാണ്. പക്ഷെ ഫുഡിയാന്ന് വിചാരിക്കുമ്പോ തോന്നരുത് ഞാൻ എല്ലാം ഇങ്ങനെ വലിച്ചു വരി. ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷെ എല്ലാം കഴിക്കും, എല്ലാം ട്രൈ. അതിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാന്ന് വെച്ചാൽ നല്ലോണം ഉറങ്ങാൻ ഇഷ്ടമാന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞു അല്ലേ? പക്ഷെ ഇതിനകത്തുള്ള കൗതുകമുള്ള ഒരു സാധനമുണ്ട്, എന്നാന്ന് അറിയണ്ടേ? മിനിമം 2 സ്വപ്നം കാണണം. ഉറങ്ങിയാ പോരാ. അത് ആലോചിക്കും. നമ്മളൊക്കെ പറയല്ലേ ഇന്നത്തെ ദിവസം മിനിമം 2 സിനിമ കാണണം എന്ന് പറയുന്നല്ലേ പറയാം. ഇതിന് മിനിമം 2 സ്വപ്നം കാണണം. അതിനു വേണ്ടിയാണ് ഉറങ്ങുന്നത് എന്ന് ആലോചിച്ചൊക്കെ ഇല്ലേ? അതെ അതെ, ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയല്ലേ? ഇല്ല, ഞാൻ നമ്മൾ ഉറങ്ങുന്നത് വെറുതെ റിലാക്സേഷന് വേണ്ടിയിട്ട് അല്ലേ സാധാരണ ആൾക്കാർ. ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി ഉറങ്ങുന്ന ഒരാളാണ്. അതായത് ഞാൻ എപ്പോൾ ഉറങ്ങിയാലും എങ്ങനെ ഉറങ്ങിയാലും ഞാൻ സ്വപ്നം കാണും. അത് എന്തോന്നില്ല എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെയൊക്കെ ഉറങ്ങിയാലും സ്വപ്നം കാണും. ആ സ്വപ്നത്തിനകത്ത് എനിക്ക് അവാർഡ് കിട്ടുന്ന മാതിരിയൊക്കെ വല്ലതും കണ്ടു? ഇതുവരെ അങ്ങനെയല്ല. ലൈക്ക് ചില സ്വപ്നങ്ങളിൽ ഞാൻ ഈ മറ്റേ ഗ്രാമി കിട്ടുന്നത്, ഓസ്കർ അതൊക്കെ അങ്ങനെ കണ്ടു. പക്ഷെ ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്തതായിരുന്നു സ്റ്റേറ്റ് അവാർഡ്. അങ്ങനെയല്ല, കാരണം അത് നമ്മുടെ നാട്ടിലാണല്ലോ, നമുക്ക് അറിയുന്ന കുറെ പേർക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിരുന്നു ചേച്ചി. ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമ ജൂറിക്ക് അയച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം. രണ്ടാമത് എല്ലാ മീഡിയയിലും ഇങ്ങനെ പറയുമല്ലോ സൂചന എന്ന് പറയുന്നിടത്തൊക്കെ വന്ന പേരുകൾ വളരെ വ്യത്യസ്തം, സിനിമകളുടെ പേര് വ്യത്യസ്തം. അപ്പൊ ഐ വാസ് ലൈക്ക് അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ വിനായകൻ ചേട്ടൻ, കാരണം എനിക്ക് വിനായകൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്, അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര വിനായകൻ ചേട്ടനെ കിട്ടും, നമ്മളെല്ലാവരും പറഞ്ഞല്ലേ, അത് ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അപ്പം ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു 2.5 hours മുമ്പ് എന്നെ ഒരു ന്യൂസ് ചാനൽ വിളിച്ചിട്ട് പറഞ്ഞു, രജിഷ ഫൈനൽ ലിസ്റ്റിൽ പേരുണ്ടെന്ന് വെച്ചു. ഞാൻ ചേട്ടാ എന്ത് ലിസ്റ്റ്? അപ്പൊ പറഞ്ഞു പക്ഷെ സ്റ്റേറ്റ് അവാർഡിന്റെ. ഞാൻ പറഞ്ഞു പോയിട്ട് ആരയച്ചു? അപ്പൊ അവർക്കിനൊരു സംശയം, മാറിപ്പോയോ, ആരയച്ചു എന്ന് വെച്ചാൽ മോളെ പ്രൊഡ്യൂസേഴ്സ് അയച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ലടാ. അപ്പൊ അവർ പറഞ്ഞു ചാനൽ. ഞാൻ പറഞ്ഞു അപ്പോഴൊന്നും ഐ എം നോട്ട് റെഡി ടു ബിലീവ് എന്നുള്ളതാണ്. എന്നിട്ട് ന്യൂസ് അവസാനം ഇരുന്ന് കാണുമ്പോഴാണ് ഷോക്ഡ് എന്ന് പറഞ്ഞാൽ. ഞാൻ നോക്കുമ്പോൾ അച്ഛനും അമ്മയും അഞ്ചു എൻ്റെ ഫാമിലി ഇരിക്കുന്നുണ്ട്. അപ്പം ബാക്കി ഞാനൊരു ചാനലിന്റെ സ്റ്റുഡിയോ ഫ്ലോറിൽ അത് കേൾക്കുന്നത്. അപ്പൊ എല്ലാവരും കൈയടിക്കണു. ഞാൻ നോക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട, എന്റെ അച്ഛനും അമ്മ അഞ്ചും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു മരണം 4 പേരും ചിരിയില്ല, കയ്യടിയില്ല, ഒന്നുമില്ല. ലൈക്ക് അത്രയും ഷോക്ഡ് ആയിരുന്നു. തീരെ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ആ ക്യാരക്ടറിനെ കുറിച്ചും അതിനകത്തുള്ള ഡെഡിക്കേഷനും ഒക്കെ ഒന്ന് പറഞ്ഞു. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടെലിവിഷൻ ആങ്കർ ആയിരുന്നു. അപ്പം ഒരു ആങ്കറിങ് തുടങ്ങി ഒരു 5 months കഴിഞ്ഞപ്പോൾ തന്നെ റോൾസ് വന്നതാണ്. പിന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായ കുറേ സിനിമകളിലെ റോൾസ് വന്നു. പക്ഷെ എന്താണെന്ന് അറിയോ, എൻ്റെ ക്യാരക്ടർ, അതായത് ഞാൻ പോർട്രേ ചെയ്യുന്ന ഒരു ഫീമെയിൽ ലീഡ് എന്ന് പറയുമ്പം ഒന്നുമില്ല, വെറുതെ കുറെ പാട്ടും പാടി അങ്ങനെയുള്ളൊരു. അതെ അതെ, അതിപ്പോ നമ്മൾ 2ാമത്തെ 3ാമത്തെ സിനിമ കുഴപ്പമില്ല. നമ്മൾ ആദ്യം വന്ന് നമ്മളൊന്ന് രജിസ്റ്റർ ആയില്ലെങ്കിൽ പിന്നെ ഒരു ലൈഫ് ലൈൻ വളരെ ചെറുതായി പോകുന്നുള്ള ഒരു ഇതാണ്.
അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എൻ്റെ അടുത്ത് വന്ന സിനിമയാണ് അനുരാഗരിക്കുന്ന വെള്ളം. അതിന്റെ ഡയറക്ടർ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു, നമുക്കറിയായിരുന്നു. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യൊന്നുമില്ല. എൻ്റെ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ അറിയോ എന്ന് വരെ ചോദിച്ചാൽ ഞാൻ വേറെ കുറെ ഫോട്ടോസ്, വേറെ എനിക്കറിയുന്ന ഒരു ഗേൾസിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്താലും പിന്നെ അറിയണേ. അങ്ങനെ പിന്നെ ഓഡീഷൻ, എനിക്കൊരു പ്രോപ്പർ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് എന്നിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ബിക്കോസ് കുറേ ഉണ്ട്, ഐ ഡിഡ്ന്റ് ഹാവ് ദി കോൺഫിഡൻസ്. കാരണം ഇത് കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ടായത്. പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും ക്യാരക്ടറിന് ഒരു ഗ്രാഫ് ഉണ്ട്. പിന്നെ ഈ ചെയ്യുന്ന ക്യാരക്ടർ ശരിയായില്ലെങ്കിൽ പടം മൊത്തത്തിൽ ഡൗൺ ആണ്. കാരണം ആൾക്കാർ കൂവിയ തീർന്നു എന്നുള്ളൊരു സംഭവം. പിന്നെ എനിക്ക് അതും ഉണ്ടായിരുന്നു, എന്നെ കൂവിയ എൻ്റെ ഒരു തുടക്കം അങ്ങ് മോശമാവുമല്ലോ. പക്ഷെ എൻ്റെ പേരൻസ് ദേ വർ വെരി സപ്പോർട്ടീവ്, അവരും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെ അതങ്ങ് ചെയ്തു. മോള് പഠിച്ചതൊക്കെ? പഠിച്ചത് 7 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 7 സ്കൂൾ? എന്നെ പുറത്താക്കിയതല്ല, ഈ അച്ഛൻ്റെ ട്രാൻസ്ഫർ കാരണം 7 സ്കൂളിൽ. ഞാൻ അത് ആദ്യം ചോദിക്കാന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ല അച്ഛന് ട്രാൻസ്ഫർ കിട്ടി പോയത്. അതെ, ഞാൻ 7 സ്കൂൾ പറയുമ്പോൾ അപ്പോഴും ആൾക്കാർ തന്നെ ജഡ്ജ് സെക്കൻഡ് ലുക്ക് വരും, കുരുത്തക്കേടാണല്ലോ എന്നാണ്. പിന്നെ പറയാം അല്ല ട്രാൻസ്ഫർ കാരണം. പിന്നെ കോളേജ് ജേർണലിസ്റ്റ് ആണ് പഠിച്ചത്, ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡയിൽ, അവിടെയാണ് പഠിച്ചത്. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ആങ്കറിംഗിലേക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് അതായിരുന്നു, ജേർണലിസം ആൻഡ് മാസ് കോം കഴിഞ്ഞപ്പോൾ. അങ്ങനെ നാട്ടിലെ ഒരു പുതിയ ചാനൽ ലോഞ്ച് ആവുന്നുണ്ടായിരുന്നു, അങ്ങനെ വന്നു. അങ്ങനെ ഓക്കെ. അപ്പൊ ശരിക്കും മോളെ അവിടെ ആ ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ക്യാമ്പസിനകത്തുണ്ട്. ഒരാളെ ഇതാക്കി മോൾഡ് ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ മോളിപ്പോ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാ വന്നേക്കുന്നത്. അപ്പം ആ ക്യാമ്പസ് കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ മോളെ? എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ വന്ന ഓരോ സ്കൂൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഒരു ആർമി കിഡിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ആവും. ആൻഡ് വി ആർ വെരി ബോൾഡ്. അങ്ങനെയല്ല, നമുക്ക് ആൾക്കാരനുസരിച്ച് പെരുമാറാനും നിൽക്കാനും ഉള്ളൊരു കേപ്പബിലിറ്റി അറിയാണ്, നമ്മൾ അറിയാണ്ട് വരും. പിന്നെ ക്ലൈമറ്റ് സിറ്റുവേഷൻ എത്ര ഹാർഷ് ആണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ആവും സിറ്റുവേഷൻസ്. പിന്നെ നമുക്ക് ലാംഗ്വേജ് അറിയാം. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ പോയപ്പോ എനിക്ക് ഹിന്ദി ഒരു പ്രശ്നമില്ലായിരുന്നു. ആമിറ്റിയിലൊക്കെ ഹിന്ദി അറിയെങ്കിൽ പാടാണ്. പക്ഷെ ഞാൻ ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് വിത്തൗട്ട് മലയാളം സ്ലാങ് സംസാരിക്കും. അപ്പൊ അവർക്ക് കുറെ പേർക്ക് അറിയില്ലായിരുന്നു ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം. ബട്ട് ഐ എം വെരി പ്രൗഡ് അബൌട്ട്. അപ്പം ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല, 1 വർഷമോ 2 വർഷമോ പഠിച്ചിട്ടില്ല. പക്ഷെ വീട്ടിൽ നിർബന്ധമായിരുന്നു, വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും മലയാളം സംസാരിക്കാൻ പാടുള്ളൂ. അമ്മയാണ് എനിക്ക് ശരിക്കും എഴുതി പഠിപ്പിച്ചത്. എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ മലയാളത്തിന്റെ ഗുരു അമ്മയാണ്. പിന്നെ പാട്ട്, സമൂഹ ഗാനം എത്ര വേണേലും പാടും, പക്ഷെ ഒറ്റയ്ക്ക് പാടില്ല. എല്ലാ എന്റെ വീട്ടിൽ സർട്ടിഫിക്കറ്റ്സ് എടുത്ത് കാണാം, എല്ലാത്തിലും ഉണ്ടോ ഗ്രൂപ്പ് സോങ് സോളോ പോലും ഭയങ്കര മോശം. അതായത് എനിക്ക് ബേസിക്കലി ശ്രുതി എന്താണ്, ലയം, താളം, പിച്ച്, ഈ വാക്കുകളൊന്നും ഒന്നും അറിയത്തില്ല. പക്ഷെ കൂടെ പാടുന്നവരുടെ കൂടെ ആ ഫ്ലോ, പാട്ടിനകത്ത് ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും ഞാൻ പണ്ട് ഈ സൂപ്പർ സ്റ്റാറും സിംഗറും അങ്ങനത്തെ കുറെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരത് സാറും ചിത്ര ചേച്ചിയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമല്ലോ, മോളെ സംഗതി ഞാൻ വിചാരിക്കുന്നത് എന്താ സാധനം. ലൈക്ക് അവര് ശരിക്കും ആ ലൈൻ നിന്നിട്ട് അവർ പിന്നെ അത് പാടി കറക്റ്റായിട്ട് പാടി കേൾപ്പിക്കും. പക്ഷെ എനിക്ക് തെറ്റായി പാടിയതും കറക്റ്റായി പാടിയതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഒരുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് അതൊന്നും അറിയാൻ മേല എന്നാന്നൊന്നും. പക്ഷെ നമുക്ക് ആസ്വദിക്കാൻ ഒത്തിരി ഇഷ്ടമാവുള്ള കാര്യം. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാനാന്നറിയോ, ഞങ്ങൾക്ക് പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്നാന്നറിയോ, രാഗം എന്താ, താളം എന്താ, ശ്രുതി എന്താ, ലയം എന്താ, അതൊന്നും ഇല്ലാത്തൊരു പാട്ട് കേൾക്കാൻ. ഇതുവരെ ഞങ്ങൾ അതൊക്കെ ഉള്ള പാട്ടാ കേട്ടേക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു പാട്ട് ഞങ്ങൾ കേട്ടില്ല. പക്ഷെ ഇപ്പൊ പാടണ്ട, ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചിട്ട് എനിക്ക് പാടി തന്നാൽ മതി. ഞാൻ പറയുന്നത് വിഷു അല്ലേ, നല്ലൊരു ദിവസമല്ലേ, അതിങ്ങനെ നമ്മൾ എല്ലാവരും ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വിഷു താൻ എങ്ങനെ സന്തോഷം സമൃദ്ധിയായിട്ടൊക്കെ ഞങ്ങൾക്ക് ആക്കി തരും. മൊത്തം കുടിച്ചു തരാം, അതാണെങ്കിൽ ഈ ജേർണലിസത്തേക്ക് തിരിഞ്ഞു എന്നാ പറ്റി? വൈ? ഞാൻ ബേസിക്കലി 12th ബയോമാസ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം എല്ലാവരും വിചാരിച്ചു എന്റെ മോളിപ്പം ഡോക്ടറാന്നൊക്കെ വിചാരിച്ച് കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനീഷ്യലി എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ പറയില്ല, എനിക്ക് ആർമി ഡോക്ടർ ആവണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ബിക്കോസ് അച്ഛൻ അങ്ങനെ കണ്ട് വളർന്ന എനിക്ക് ആ ഒരു ലൈഫ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം AFMC എന്ന് പറഞ്ഞ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ ഇതുണ്ട് ഇവിടെ, നമ്മൾ പൂനെയിലുണ്ട്. അപ്പം ഐ വാസ് ലൈക്ക് കോളേജ്, അവിടെ ആർമി കോളേജിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പം ഗ്രാജുവലി ആ 12th കഴിയാറാകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ചുറ്റും എല്ലാവരും
BTech MBBS BTech MBBS പിന്നെ എങ്ങനെ പതുക്കെ ഞാൻ പോലും അറിയാണ്ട് എൻ്റെ ഉള്ളിലൊരു റിയലൈസേഷൻ വന്ന എനിക്കൊരു എൻട്രൻസിന് വേണ്ടി ബുക്കൊക്കെ എടുത്തപ്പം വന്ന റിയലൈസേഷൻ ആയിരിക്കും ചിലപ്പോൾ ഐ വാസ് ലൈക്ക് സംഹൗ ദിസ് ഇസ് നോട്ട് വാട്ട് ഐ മെന്റ് ടു ഡു ഞാൻ ചെയ്യേണ്ടത് ഇതല്ല എന്ന് ഇങ്ങനെ ഉള്ളിൽ തോന്നി അപ്പം പതുക്കെ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ മാറി ഡീവിയേറ്റ് ആവാൻ തുടങ്ങി. മോളെ ഈ ജേർണലിസം എടുത്തിട്ട് കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഫിലിമിൽ അഭിനയിക്കണം, നെക്സ്റ്റ് ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ സിനിമയിൽ അഭിനയിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുവാന്നോ, അതോ ഇത് കഴിഞ്ഞിട്ട് ഓക്കെ ഐ വോണ്ട് ടു വർക്ക് ആസ് എ ഫ്രീലാൻസർ or under some firm അങ്ങനെ വിചാരിച്ചു? ഞാൻ ഒരിക്കലും ഒരു സിനിമ എന്നും ഞാൻ പറയും എല്ലാ മലയാളികളുടെ ഉള്ളിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ആഗ്രഹമാണ് സിനിമ. അത് എൻ്റെ അടുത്തും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഞാനും കുറെ സിനിമയൊക്കെ കണ്ടിട്ട് അതുപോലെ ഞാനും കുറെ സത്യം പറയാ ആ ചെക്കനാവുന്ന ഇതില്ലേ, ഞാൻ അച്ഛൻ്റെ ലുങ്കി കൊടുത്തിട്ട് ഞാൻ ശരിക്കും അത് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ചിലപ്പോൾ നമ്മൾ ശോഭന ചേച്ചിയുടെ ഒരു ചേച്ചിയുടെ ഒക്കെ പടം കാണുമ്പോൾ യു വുഡ് ഫീൽ ടു യുനോ നമുക്ക് ചെയ്യാൻ പറ്റും ആ ചെറുപ്പത്തിൽ. പക്ഷെ ഒരിക്കലും സിനിമ ഭ്രാന്ത് പിടിച്ച് ഞാൻ നടന്നിട്ടില്ല. അത് എങ്ങനെയും ഒരു സിനിമ എങ്ങനെയും ഒരു റോള് അങ്ങനെയല്ല. എനിക്ക് ഐ വാസ് ഓൾവേസ് കരിയർ ഇസ് ഫസ്റ്റ്. അപ്പോൾ കരിയർ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടത് എന്താ ജേർണലിസ്റ്റ് ആവുക. അപ്പം ഒരു നാഷണൽ ടെലിവിഷൻ ന്യൂസ് ചാനലിൽ എനിക്ക് റിപ്പോർട്ടറായിട്ട് കിട്ടിയ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഐ എം നോട്ട് ക്വാളിഫൈഡ് ടു ബി എ പ്രോപ്പർ ജേർണലിസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ചേച്ചി ഞാൻ ഭയങ്കര ഒപ്പീനിയേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. എനിക്ക് എല്ലാത്തിനെ കുറിച്ചൊരു ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ ഒരു ജേർണലിസ്റ്റിന് അത് ഉണ്ടാവാൻ പാടില്ല, എൻ്റെ തന്നെ അത് പറയാൻ പാടില്ല. അതാണ് അൺബയസ്ഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. ആ ഒരു ക്വാളിറ്റി എനിക്കില്ല. എനിക്കൊരു തെറ്റ് കണ്ട എൻ്റെ വായിന്നത് തെറ്റാന്നുള്ള രീതിയിൽ തന്നെ റിപ്പോർട്ട് വന്നു എന്ന് മനസ്സിലായപ്പോൾ ഐ തോട്ട് ദിസ് ഇസ് നോട്ട് മൈ ഫീൽഡ്. അങ്ങനെയാണ് ആങ്കറിംഗിലേക്ക് വന്നത്. ഓക്കെ, ഇപ്പൊ മോള് ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് വാസ് എലിസബത്ത്. അതെ, എലി അതാണ് എലിസബത്തിനെ എലിന്നാക്കിയ ആ ക്യാരക്ടറിൽ. അപ്പം ആ ക്യാരക്ടറിനെ കുറിച്ചും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ബിക്കോസ് ഒത്തിരി ഇൻവോൾവ് ആയിട്ടാണ് രജിഷ ചെയ്തത്. അത് അതിനുള്ളൊരു ആ ക്യാരക്ടറിനോട് അത്രയും ഇൻവോൾവ്മെന്റ്, അതോ ബേസിക് ക്യാരക്ടർ വാസ് അങ്ങനെയാണോ? ഇല്ല, ഒരുപാട് നന്മയുള്ള ഒരു ക്യാരക്ടറാണ് എലി. എനിക്ക് തോന്നുന്നു എനിക്ക് പോലും അത്ര ഒരു നന്മയില്ല. അതായത് ഒരാൾ നമ്മളെ തേച്ചൊട്ടിച്ച് വേണ്ട പോ എന്ന് പറഞ്ഞിട്ട് പോലും സെൽഫ് റെസ്പെക്ട് വിട്ട് അയാളുടെ പുറകെ പോവുക, ലീവിങ് ദാറ്റ് അയാളുടെ ഫാമിലിക്ക് വേണ്ടി ഔട്ട് ഓഫ് ദ വേ പോയി ഹെൽപ്പ് ചെയ്യുക. എന്നെ കൊണ്ട് ഞാനൊരാൾ വേണമെന്ന് പറഞ്ഞാൽ പോടുന്നത് അറിയും. പക്ഷെ അത്രയും നന്മയുള്ള ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് പ്രോജക്റ്റിലെ മോള് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ എന്റെ റിലീസായി ഓടിക്കൊണ്ടിരിക്കുന്ന വിഷുപ്പടം എന്ന് പറഞ്ഞാൽ ദിലീപ് ഏട്ടന്റെ കൂടെ ജോർജ് ഏട്ടൻസ് പൂരമാണ്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടം ടി ജി രവി സാറിന്റെ ക്യാരക്ടറാണ്. അതെ, നമ്മള് കരയിപ്പിച്ച് കളയുന്നൊരു കഥാപാത്രമാണ്. ഇന്നും അയ്യോ സാറിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഞാനിങ്ങനെ സെറ്റിലിരിക്കുമ്പം ആർട്ടിഫിഷ്യൽ റെയിൻ്റെ ഒരു സീനുണ്ട്. അപ്പം എനിക്ക് കുറവാണ് അതിൽ. ഒരു 2-3 ദിവസം എടുത്തിട്ട് അത് ഷൂട്ട് ചെയ്ത് ഡെയിലി. അതും ടി ജി രവി സാറിന് നല്ല പ്രായമായ, എന്നാലും ആ മഴ വെയിൽ ഗ്രൗണ്ടിലാണ്, പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണെങ്കിലും പൊള്ളാച്ചി വെയിലിൻ്റെ ചൂടാണ്. പക്ഷെ ഒരു സെക്കൻഡ് പോലും ഒന്ന് ക്യാരവാനിൽ ഇരിക്കണം എന്ന് പറയുമോ ഒരു വെള്ളം വേണമെന്നൊന്നുമില്ല. ഹി വാസ് ഓൾവേസ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പമ്പ്ഡായിരുന്നു പുള്ളി. ഞാൻ ഇപ്പൊ അഭിനയിക്കും. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒരു കാൽവേദന. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരു കാലുവേദന, ഇൻഫാക്ട് ഒടിഞ്ഞു കടന്നാൽ പോലും ഇങ്ങനെയായിരിക്കണം. ഇതൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഇന്നും ഉള്ളത്. ഇന്നും പുള്ളിക്കാരൻ അഭിനയിക്കാൻ പറ്റുന്നത് കൊണ്ട് ആ ഒരു വിൽ പവർ ഉള്ളത് കൊണ്ടാണ്. തനിക്ക് ഈ സെൽഫി എടുക്കാൻ തീരെ താല്പര്യമില്ലെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല ചേച്ചി, എനിക്ക് സെൽഫി എടുക്കാൻ പ്രശ്നമൊന്നുമില്ല ചേച്ചി. ചോദിച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൂടെ നിന്നെടുക്കും. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, എന്നോട് ചോദിക്കാതെ നിങ്ങൾ ഒരു ആംഗിൾ നിന്ന് എടുക്കരുത്. ചിലപ്പോൾ അത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയും. എന്നെ കാണാൻ ഭയങ്കര പോരായിരിക്കും, നിങ്ങളെ കാണാൻ ഭയങ്കര രസമായിരിക്കും. സെൽഫി ഇല്ലേ, നമ്മൾ തന്നെ ഒരു 10 എണ്ണം എടുക്കുമ്പോൾ അതിൽ ഒരെണ്ണമൊക്കെയാണ് നന്നാവുന്നുള്ളൂ. അപ്പം ഞാൻ പറയും, ഒന്ന് ചോദിച്ചിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ, ഒരു സെൽഫി എന്ന് ചോദിച്ചാൽ മാത്രം മതി. ഇതേപോലെ ആഡുകളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ പരസ്യം ഒന്നും ചെയ്യില്ല എന്നല്ല ചേച്ചി ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂസ് ചെയ്യാത്ത പ്രോഡക്ട്സ് ഞാൻ എൻഡോഴ്സ് ചെയ്യില്ല. അതായത് എനിക്ക് തലമുടിയുടെ കുറേ എണ്ണയുടെ കുറേ പരസ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ സാധാരണ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എനിക്ക് തുളസിയും മറ്റേ കറ്റാർവാഴ അങ്ങനത്തെ ഒരു 5-6 സാധനം ഇട്ട് കാച്ചി തരുന്ന എണ്ണയാണ് ഞാൻ തേക്കുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ വേറൊരു എണ്ണയാണ് തേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് തേച്ചിട്ട് മുടി വരും. പക്ഷെ ആൾക്കാർ എന്താ അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ കൊമേഴ്ഷ്യൽ എണ്ണയിൽ, ഞാൻ അങ്ങനെ പറയല്ല, ചില എണ്ണകളിൽ സ്റ്റിറോയിഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരുപാട് മുടി താഴത്ത് വളരും, പക്ഷെ അത് നിർത്തി അതുപോലെ കൊഴിയും. സോ യു ഹാവ് ടു ഓൾവേസ് യൂസ് ഇറ്റ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ അത് മാത്രമല്ല അഡിക്റ്റഡ് ആവാം. അല്ലെങ്കിൽ ചിലപ്പം
ഉണ്ടാവാതിരിക്കും, പക്ഷെ ഞാൻ യൂസ് ചെയ്യാത്ത സാധനം കൊണ്ട് എന്റെ മുടി ഉണ്ടാവെന്ന് പറഞ്ഞിട്ട് എന്തോ എനിക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം നമ്മളെ എല്ലാ ആഡിനകത്ത് നമ്മള് ഈ പറഞ്ഞ കൂട്ട് നമ്മളെ കാണുന്ന ഒരു വിശ്വാസം മാത്രമേ പ്രേക്ഷകർക്ക് അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വിഷു ആയിട്ട് വന്നിട്ട് ഒന്നും കൊടുത്തില്ല, പക്ഷെ ഈ നേരത്തെ ചോറ് കൊടുക്കാൻ പാടില്ല, പക്ഷെ എന്നാലും നമ്മുടെ അടുക്കളയിൽ വന്നതല്ലേ, സമൃദ്ധിയുടെയും എന്താ പറയാ ഭയങ്കര പായസം തരാം. ഞാൻ അന്നേരം ഇനിയിപ്പോ ഈ ചോറ് ആദ്യം വിളമ്പിയേച്ചാ പായസം വിളമ്പുന്നത്, അന്നേരം ആ എരിവിന്റെ കൂടെ കഴിക്കാനല്ലേ അതിന്റെ ടേസ്റ്റ്. ഞാൻ എടുത്തോണ്ട് വരട്ടെ സദ്യ. അയ്യോ വേഗം വേഗം തന്നെ ഇരിക്കാൻ പോലെ നേരം. ഒരു ഫ്ലോറിൽ ഇരുന്നപ്പോഴല്ലേ കേട്ടോന്ന് പറഞ്ഞേ. അപ്പൊ അതിന്റെ കൂടെ ഒരു അനു എന്നൊരു പറഞ്ഞിട്ടൊരു അഞ്ജു യെസ്, ആരത്? എന്റെ അനിയത്തി. അതാണ്, അവരൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. നമ്മളിങ്ങനെ ഫുഡിനെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ കുടുംബത്തിനെ കുറിച്ച് ഒരു ചേച്ചിയാണോ ഇത്? നമ്മളിങ്ങനെ ഫുഡിനായിരുന്നു, കുടുംബത്തെ പറ്റി ആരാ ഇപ്പൊ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് കേൾക്കട്ടോ. ഓക്കെ, അച്ഛൻ വിജയൻ, അമ്മ ഷീല, രണ്ടുപേരെ കുറിച്ച് വാദോരത്തിനും പറയലാം. ഇനി ഒരാളുണ്ട്, ഞാൻ പറയുന്നത് ദത്തെടുത്താന്നൊക്കെയാ, പക്ഷെ അമ്മയച്ഛനും പറഞ്ഞ ഒറിജിനലാ. എല്ലാ കുടുംബത്തിലുള്ള കാര്യമാണ്. എനിക്കൊരു അനിയത്തിയേ ഉള്ളൂ. അനിയത്തിയുടെ പേര് അഞ്ജുഷ. നമ്മൾ അഞ്ജു എന്ന് വിളിക്കും, ചിപ്പി എന്ന് വിളിക്കും, ഞാൻ ചപ്പത്തുണി എന്നൊക്കെ വിളിക്കും, അത് വേറെ കാര്യം. പക്ഷെ പുള്ളിക്കാരി BSc ഫസ്റ്റ് ഇയർ ആണ്. പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഫിലിം ലോഫേഴ്സ് അങ്ങനെ ഒന്നും ഇല്ല. പഠിത്തം വരയ്ക്കും, ലെഫ്റ്റ് ഹാൻഡഡ് ആണ്, ലെഫ്റ്റിയാണ്. അപ്പം വരയ്ക്കും, പഠിക്കും, പാട്ട് പാടും. ഇപ്പം എവിടെയാ പഠിക്കുന്നത്? ഇപ്പം MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ BSc ബോട്ടണി ഫസ്റ്റ് ഇയർ. ബോട്ടണി. ഓക്കെ. അപ്പം ഇനി വേറെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ എവിടെയാ? സെറ്റിൽ ആയിട്ടില്ല. ബേസിക്കലി എറണാകുളത്ത് ഇപ്പൊ താമസിക്കുന്നത് പറഞ്ഞാൽ ഇതെന്താ സാമ്പാർ. താങ്ക് യു. ഞാൻ എങ്ങനെ സംസാരിക്കും? ഈ കുഞ്ഞിന്റെ മുമ്പിൽ ആഹാരം ഇനി വർത്താനം പറയാൻ പറഞ്ഞ എങ്ങനെ സത്യമാട്ടോ ഈ പറയുന്നത്? ഓക്കെ. ഹലോ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എറണാകുളത്ത് സ്ഥിരതാമസാക്കിയിട്ടില്ല. അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നേ ഉള്ളൂ. ശരിക്കും നാട് കോഴിക്കോട്, ഇടയ്ക്കിടയ്ക്ക് പോയി വരും. ഗ്രാൻഡ് പേരൻസ് ഇപ്പോൾ കോഴിക്കോടാണ് ഉള്ളത്. ഒരു നമ്മളെ കൂടിയായിരുന്നു ഇടയ്ക്ക്. മോളെ ഇപ്പൊ ഫുഡിയാന്ന് പറഞ്ഞു, ഇപ്പൊ നല്ല എല്ലാ ഫുഡ്സും കഴിക്കും. ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആണോ, ഹീറോയിൻ ആണോ, പക്ഷെ അത് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഞാൻ അത് കഴിക്കാൻ പാടില്ല, വായിലിടും പോകുമ്പം തന്നെ പറയേണ്ട കാര്യം അങ്ങനെ തിങ്ക് ചെയ്യാറുണ്ടോ? ഞാൻ കഴിക്കുള്ളൂ, ഇല്ല അത് ഞാൻ കഴിച്ചാൽ ഞാൻ വണ്ണം വെക്കും, എന്നാ എനിക്ക് ഫിലിമിൽ ചെയ്യാൻ പറ്റില്ല, ഈ ബോഡി ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ തിങ്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കുമോ? ശരിക്കും ഞാൻ പറയേണ്ടതാണ് എന്നാണ്, അങ്ങനെ അല്ലാന്നുള്ള കാര്യം മനസ്സിലായി. സോ എനിക്കെന്ന് പറഞ്ഞ ചേച്ചി അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യുക ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ ഒന്നുമില്ല. ഇല്ല, ഞാൻ പക്ഷെ അരി ഭക്ഷണം കഴിക്കാറ് വളരെ കുറവാണ്. പുട്ടാണെങ്കിൽ ഗോതമ്പ് പുട്ട്, അങ്ങനെ രാവിലെ അമ്മയ്ക്ക് കഷ്ടപ്പാടാണ്. അമ്മ ഒരു അരി ഇല്ലാത്ത എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അതൊക്കെ ഉണ്ടാക്കി തരണ്ട്. പക്ഷെ ഒരു പ്രൊജക്ട് വന്നു, രജിഷ കുറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞാൽ then I will. Of course we have to, we are forced to do that. നമ്മളൊരു നല്ല ക്യാരക്ടർ ചെയ്യാൻ. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ മെലിയാൻ റെഡി അല്ലാത്തൊരു കുട്ടിയാണ് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ മെലിയണമെന്ന് പറഞ്ഞാൽ മെലിയും, പക്ഷെ പിന്നെ that is a true dedication towards the work. ഇനി എന്താ ചെയ്യാൻ പറയാ, ഞാൻ ഇച്ചിരി പായസം തരട്ടെ. ആ പായസത്തിന്റെ ടേസ്റ്റ് അറിയണ്ടേ? പക്ഷേ അത് ഞാൻ തരും. എനിക്ക് ഒരൊറ്റ കണ്ടീഷൻ സമ്മതിച്ചതാണ്. ഇല്ലേ? സമ്മതിച്ചാണ്. എനിക്ക് രാഗം, ശ്രുതി, താളം ഒന്നുമില്ലാത്ത ഒരു പാട്ട്. എനിക്ക് അപ്പോഴേ തോന്നി ഇത് പായസം കുടിച്ചിട്ട് പാടിയാൽ മതി, അതിന് മുമ്പ് പാടരുത്. ഇത് എന്ത് എന്ത് വിശ്വാസമുണ്ട് ഞാൻ അത് കുടിച്ചിട്ട് പാടിത്തരും എന്നുള്ളതില്? അതൊരു വിശ്വാസമല്ലേ എല്ലാം? വേണ്ട, ആലോചിക്കാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പാടുന്നതായിരിക്കും. ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. കുറെ കാലം ആനീസ് കിച്ചൺ മാങ്ങയാണ്, ആനീസ് കിച്ചൺ തേങ്ങയാണ്, ആനീസ് കിച്ചൺ ഫുഡ് അടിപൊളിയാണെന്നൊക്കെ കേൾക്കാൻ. എന്റെ അമ്മയുണ്ട്, നമ്മൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പൊ അമ്മയുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, കുറെ ആന്റിമാര്. അവരൊക്കെ എപ്പോഴും വന്നിട്ട് ഇന്ന് അറിയില്ലേ ഇന്ന് ആനീസ് കിച്ചണിൽ ഇതാ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നൊക്കെ കാണാം. എന്നെ സ്നേഹിക്കുന്ന കണ്ടുവെച്ച് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഹായ് കൊടുത്തേര്. ഇനിയിപ്പോ
ഹൈനെക്കാട്ടിലും എനിക്കിഷ്ടം എൻ്റെ ആ ഭക്ഷണമൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് അവർ സന്തോഷത്തോടെ കഴിക്കുന്ന കാണുന്നതല്ല എനിക്ക് ഏറ്റവും വലിയ തൃപ്തി. അത് ഞാൻ കാണുന്നില്ല, പക്ഷേ ഇങ്ങനെയും കുറെ ആൾക്കാർ, ഇങ്ങനെ വന്ന കുറെ ആൾക്കാർ എന്നോട് അത് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും മനസ്സിനകത്ത് ഒരുപാട് തൃപ്തിയുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. താങ്ക്സ് ഫോർമലാണ്, പക്ഷെ എന്നാലും ഇരുന്നോട്ടോ കേട്ടോ. ഇനി പായസം കുടിച്ചിട്ട് കാര്യം പറയൂ. ഞാൻ നോക്കട്ടെ. കണ്ടുപിടിച്ചു. ഇത് മാമ്പഴ പായസം തന്നെയാ. ഓ ഭയങ്കര ടേസ്റ്റ്. ഇത് കൊണ്ടുവന്ന് തരും. പിന്നെന്താ, ഇതോടെ തന്നേക്കാലോ. ഓ ഭയങ്കര ടേസ്റ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡയലോഗ് തിരുത്തണം. എന്റെ അമ്മ സത്യം ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നേരത്തെ പറഞ്ഞ ഡയലോഗ് എന്താ? നേരത്തെ പറഞ്ഞ ഡയലോഗ് ആനയാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ആനയാണ്, ശരിക്കും തേങ്ങയാണ്, ശരിക്കും അടിപൊളിയായിട്ട്. എനിക്കൊന്നും പറയാല്ലോ ചേച്ചി, സത്യമായിട്ടും ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും വീട്ടിൽ എപ്പോഴും മറ്റേ പലതരം പായസം എല്ലാം ഉണ്ടാക്കുന്നത്. ഇത് ക്വൈറ്റ് ഡിഫറെന്റ്. സീസണൽ ഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ ഒരു പായസം ചെയ്തു. അമ്മ ചക്കേനെ കൊണ്ടും ഏത്തപ്പഴത്തിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ട്. മാമ്പഴം വെച്ചിട്ട് അമ്മ ചെയ്തില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ മോള് കഴിച്ചിട്ട് ചെന്നിട്ട് അമ്മയോട് പറയാം അമ്മ മാമ്പഴ പായസം വെച്ചോളൂ. ഓ ഭയങ്കര ടേസ്റ്റും. നമുക്കൊരു ബ്രേക്കിൽ മോള് കഴിച്ചോളൂ. ഒരു പാട്ട് ഞാൻ പ്രതീക്ഷിച്ചത് തരുമോ? ഓ തരാം. കഴിഞ്ഞിട്ട് പോരാ, ഒരു 2 വാക്ക് മതി. ശ്രുതി വേണ്ട, താളം വേണ്ട, ഒന്നും വേണ്ട. എന്റെ ഒരു മാസ്റ്റർ പീസ്. പിന്നെന്താ ദൈവമേ, ഞാനൊന്ന് കേക്കട്ടെ മാസ്റ്റർ പീസ് ഒക്കെ. പക്ഷേ ബോറാണ്. അല്ല സാരല്ല, പക്ഷെ ബോറ് പാട്ട് ഞാൻ അസലായിട്ട് പാടും. ഇതിലേക്ക് ബോറാക്കിട്ട് അസലായിട്ട് പാടും. പാട്ട് അടിപൊളിയാട്ടോ. കേൾക്കണേ. ഈശ്വര കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടെ ഞാനൊരു വണ്ടാഴ്ച മഞ്ഞേനടി, തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിനിച്ചിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും സൂപ്പർ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. പറയരുത്. അടിപൊളിയല്ലേ, നല്ലല്ലേ, ശരിക്കും ബോറായിട്ട് നമ്മളെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഇവിടെ നിന്നല്ല എവിടെയും പാടണം. പിന്നെ മോളെ പിടിച്ച് മാറ്റി നിർത്തും അപ്പം ആ ഓൺ ദ സ്പോട്ട്. മറക്കല്ലേ, ചേച്ചി പറഞ്ഞ ആ ഉപദേശം എപ്പോഴും കൂടെ വെച്ചേക്കണം. ഇനി നമുക്ക് അധികം പാടിക്കണ്ട. പക്ഷെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, സന്തോഷമുണ്ട്. ഇത്രയും തിരക്കുള്ള സമയത്തും ഇത്രയും അവാർഡൊക്കെ കിട്ടി ബിസി ആയിട്ടിരുന്ന സമയത്ത് പോലും മോള് ഇവിടെ വന്നേൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. സോ സ്വീറ്റ് ഓഫ് യു. താങ്ക് യു സോ മച്ച് ചേച്ചി. ആൻഡ് ആനീസ് കിച്ചന്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സംഭവം ശരിക്കും ജെനുവൻലി ട്രൂ ആണ്. ഞാൻ പറയണത് നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്നവർക്ക് ഓൾറെഡി ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയായിരിക്കും, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ചേച്ചി ഇത് ഒരു അടിപൊളി ഷോ ആട്ടോ. അങ്ങനെ പറയുന്നതല്ല, കുക്കിംഗ് മാത്രമല്ലല്ലോ, നമ്മളിവിടെ വരുന്നു, ആൾക്കാരെ എക്സ്പീരിയൻസ്, ആൻഡ് ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം.